ബൽറാം, ഏതായാലും അന്താരാഷ്ട്ര തലത്തിലടക്കം അന്താരാഷ്ട്ര വേദികളിലടക്കം ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിൽ ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തെളിവുകൾക്കും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കും അപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള പങ്കാളിത്തം അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ചരടുവലി എങ്ങനെയെന്നത് കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ ഏജൻസികൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? ഗോകുൽ, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഈ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ പങ്കും ആ സംഘടനകൾക്ക് ഭരണകൂടം നൽകുന്ന സഹായവും അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു മുംബൈയിലേത്. 5 ദിവസത്തോളം നീണ്ടുനിന്ന ഭീകരാക്രമണത്തിൽ വിദേശികൾ ഉൾപ്പെടെ ഇരയാക്കപ്പെട്ട ഒരു ഭീകരാക്രമണമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിന്നാലെയാണ് പാകിസ്ഥാൻ ആസ്ഥാനമാക്കി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ, അവയ്ക്ക് പാക് ഭരണകൂടം നൽകുന്ന പിന്തുണ എന്നിവ ഇന്ത്യ ശക്തമായി ഉന്നയിച്ചു തുടങ്ങിയത്. അത് പാകിസ്ഥാൻ തുടർച്ചയായി നിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ 16 വർഷത്തെ നിയമപോരാട്ടത്തിന് ശേഷം ഈ കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ റാണയെ ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ ഇയാളിൽ നിന്നും പാകിസ്ഥാനെതിരായ ഇന്ത്യ ഉന്നയിച്ച തെളിവുകൾ, ആ വാദങ്ങൾ, ആരോപണങ്ങൾ എന്നിവയ്ക്ക് സാധുത നൽകുന്ന വ്യക്തമായ തെളിവുകൾ ലഭിക്കും എന്ന പ്രതീക്ഷ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. പ്രത്യേകിച്ചും ഈ പാകിസ്ഥാനിൽ നിന്നും പാക് ആസ്ഥാനമായ ഭീകര സംഘടനകളിൽ നിന്നും ലഭിച്ച സന്ദേശത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ഭീകരാക്രമണ പദ്ധതി തയ്യാറാക്കിയത്, പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് എത്രത്തോളം പങ്ക് ഈ ഭീകരാക്രമണത്തിലുണ്ട്, ഇതിനപ്പുറത്തേക്ക് പാക് ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ട അറിവോ മറ്റോ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകൾ ഈ കേസിൽ നേരിട്ട് ഗൂഢാലോചനയിൽ തന്നെ നേരിട്ട് പങ്കെടുത്ത ഒരു വ്യക്തി, ഒരു ഭീകരൻ എന്ന നിലയിൽ റാണയ്ക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയും എന്ന് തന്നെയാണ് NIA കണക്കാക്കുന്നത്. ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ, മുഖ്യ ഗൂഢാലോചനക്കാരനായ ഹെയ്ഡ്ലിയുമായി വളരെ അടുത്ത സൗഹൃദമുള്ള ഈ ആക്രമണ പദ്ധതി നടപ്പാക്കാൻ ഹെയ്ഡ്ലിക്ക് എല്ലാ സഹായവും ചെയ്തു നൽകിയ ഒരു വ്യക്തിയാണ് റാണ. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൽ റാണയ്ക്കും വ്യക്തമായ പങ്കുണ്ട്. അതിൽ മറ്റാർക്കെല്ലാമാണ് പങ്കുള്ളത്, ഇതിൽ പാകിസ്ഥാന്റെ പങ്കെന്ത്, ഇന്ത്യയിൽ തന്നെ മറ്റേതെങ്കിലും സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഈ ആക്രമണത്തിന് സഹായം ലഭിച്ചിരുന്നോ എന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങൾ റാണയിൽ നിന്നും അറിയേണ്ടതുണ്ട്. അതിനായാണ് 1 മാസത്തോളം കസ്റ്റഡിയിൽ ആവശ്യപ്പെടണമെന്ന ഒരു ആലോചനയിലായിരുന്നു NIA ഉണ്ടായിരുന്നത്. കോടതിയിൽ എന്നാൽ 20 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ UAPA കേസുകളിൽ അടക്കം 30 ദിവസം പരമാവധി കസ്റ്റഡി വരെ ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. 20 ദിവസത്തെ കസ്റ്റഡിയാണ് NIA ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് 15 ദിവസം ലഭിച്ചാൽ പോലും ഈ വ്യക്തമായ ഒരു ചിത്രം ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ മുംബൈ ആക്രമണത്തിലെ വിവരങ്ങൾ പുറത്തു വരുന്നതിലൂടെ ഭാവിയിൽ രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 20 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതിയിൽ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത്, സാധാരണ നിലയിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമ്പോൾ മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന വാദങ്ങളോ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കനത്ത സുരക്ഷാ ക്രമീകരണത്തിൽ തന്നെ ഈ ജഡ്ജി അടക്കമുള്ളവർ അവധി ദിവസവും കോടതിയിലെത്തുന്നു, മണിക്കൂറുകൾ കാത്തിരിക്കുന്നു. ഒടുവിൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയ ശേഷവും വാദപ്രതിവാദങ്ങൾ മണിക്കൂറുകൾ നീണ്ടുനിന്നു എന്നുള്ളതാണ്. അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എടുത്ത സമയം എന്നതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകരുത് എന്നതുകൊണ്ട് തന്നെ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് NIA. പ്രത്യേകിച്ചും ഇതുവരെയുള്ള അന്വേഷണത്തിൽ റാണയുടെ പങ്ക് സംബന്ധിച്ച് ലഭിച്ച തെളിവുകൾ തന്നെ കോടതിക്ക് മുന്നിൽ വച്ചുകൊണ്ടാണ് കൂടുതൽ തെളിവുകൾ ഇക്കാര്യത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള ദുരൂഹത
അതിൽ കുറച്ചു കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇനി ഈ ദുരൂഹത പൂർണ്ണമായും മാറണമെങ്കിൽ അതിന് ഉത്തരം നൽകാൻ ഈ റാണയ്ക്ക് കഴിയുമെന്നും അതിനാൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നുമാണ് NIA കോടതിക്ക് മുന്നിൽ അറിയിച്ചിരിക്കുന്നത്. അതിനായി വലിയൊരു അഭിഭാഷക സംഘം തന്നെ, മുതിർന്ന അഭിഭാഷകർ അടക്കമുള്ള അഭിഭാഷക സംഘം തന്നെ കോടതിയിൽ എത്തിച്ചേർന്നിരുന്നു, നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായി തന്നെ തുടർ നടപടികൾ സംബന്ധിച്ചൊരു കൂടിയാലോചന ഇന്നലെ നടന്നിരുന്നു.